ഹലോ മൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇറ്റ്സ് മീ ആൻഡ്രൻ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് 50 സബ്സ്ക്രൈബേഴ്സ് ആക്കി ഞാൻ ഡെയിലി ലൈവ് ഇടാമെന്ന്. എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞത് 50 സബ്ബായ ലൈവ് ഇടാമെന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്കിപ്പോൾ 61 സബ്സ്ക്രൈബേഴ്സ് കൊണ്ട് ആയിട്ടില്ല. എൻ്റെ ലാസ്റ്റ് ഇട്ട വീഡിയോ ഇട്ട സമയത്ത് എനിക്ക് വെറും 37 സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളായിരുന്നു. എന്നിട്ട് പിന്നെ ആ ഒരു വീഡിയോ ഇറങ്ങിയതിന് ശേഷമാണ് എനിക്ക് 61 സബ്ബായത്. അപ്പോൾ താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് എന്നേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഞാനിപ്പോൾ ഇത്രയും വരെ എത്തിയത്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം നമ്മുടെ ഓരോരോ കാര്യങ്ങൾക്കും. പിന്നെ ഞാൻ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഈ വീഡിയോയ്ക്ക് നേരത്തെ ഇട്ട കമൻറ്റ് ബോക്സ് റീഡിങ്ങിന് മുന്നേ ഇട്ട വീഡിയോസിന് അതിനെക്കാട്ട് നല്ല വ്യൂസ് വരുന്നുണ്ട്. പക്ഷേ ലാസ്റ്റ് വീഡിയോയ്ക്ക് എനിക്ക് വലിയ വ്യൂസും കിട്ടിയിട്ടില്ല, ഒന്നും കിട്ടിയിട്ടില്ല. അതിനെക്കാട്ട് കുറച്ച് ദിവസം വെറും 30-34 വ്യൂസേ കിട്ടിയിട്ടുള്ളൂ. 30-24 വ്യൂസ് എങ്ങാണ്ട് കിട്ടിയിട്ടുള്ളൂ. അതിൽ പാതി ആൾക്കാരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണത്തില്ല. പിന്നെ ഈ ചിലവരുണ്ട് ചേച്ചി, എനിക്ക് 67 ആയതായിരുന്നു. പക്ഷേ കുറേ ആൾക്കാർ വീണ്ടും വന്ന് അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയി. അത് നമ്മുടെ കുറ്റമല്ല, അത് അവരുടെ കുറ്റമാണ്. വെറുതെ അവർ സബ്സ്ക്രൈബ് ചെയ്യുകയും അൺസബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നു. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരും ഉണ്ട്. പിന്നെ എൻ്റെ കഴിഞ്ഞ വീഡിയോ ഞാൻ ഒരു ചാനലിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു, RC ഗ്യാരേജിൻ്റെ. അപ്പോൾ ഇപ്പോൾ ആ ചാനലിൻ്റെ പേരൊക്കെ മാറ്റി ഇറ്റ്സ് മീ സ്റ്റെഫിൻ എന്നാക്കിയിട്ടുണ്ട്. പ്രൊഫൈൽ പിക്ചർ RC ഗ്യാരേജ് എന്ന് എഴുതിയിരിക്കുകയാണ്. പക്ഷേ അതും പ്രൊഫൈൽ നമ്മൾ ഉടനെ മാറ്റുന്നതായിരിക്കും. അത് വെറും 4 സബ്സ്ക്രൈബേഴ്സിൽ കിടന്നത് നമ്മുടെ ഒരു വീഡിയോ കൊണ്ട് അവന് 20 സബ് കയറി. അവന് വേറെ ഇപ്പോൾ ഒറ്റൊരു വീഡിയോ ഉള്ളൂ, അതിന് 30 വ്യൂസ് എങ്ങാണ്ടേ ഉള്ളൂ. ആ ഒരു വീഡിയോയ്ക്ക് നിങ്ങൾ 20 സബ്സ്ക്രൈബേഴ്സ് കൊടുത്തെങ്കിൽ എൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ ഇടുന്നു. അന്നേരമെങ്കിലും എനിക്ക് നല്ലൊരു വ്യൂസിങ് തരുന്നില്ല. ഞാൻ കാണുന്നവർക്ക് പറയുന്നുണ്ട് വീഡിയോസ് ലൈക്ക് ചെയ്യണം. ആരും അങ്ങോട്ട് ലൈക്കും ചെയ്യുന്നില്ല. പിന്നെ നമ്മുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ വരുന്ന എൻ്റെ വീഡിയോസിൽ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് വെച്ചാൽ എഡിറ്റിംഗ് ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു നമ്മളൊരു ആൾക്ക് കൊടുത്ത് എഡിറ്റ് ചെയ്യുന്നു, പക്ഷേ പുള്ളിയുടെ നമ്മളിന് കൊടുക്കണില്ല. കാരണം വെച്ചാൽ പുള്ളിക്ക് ഇപ്പോൾ കുറേ ജോലി കിട്ടി, പുള്ളി അങ്ങനെ വാല്യൂസിന് അതിൻ്റെ പുറകെ നമ്മൾ ഈ വീഡിയോ കൂടി അയച്ചിടുമ്പോൾ പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മൾ വീഡിയോ അയക്കുന്നില്ല. പിന്നെ ഞാൻ കഴിഞ്ഞിടെ ഒരു കാര്യം പറഞ്ഞായിരുന്നു, ബ്രദർ വിസസ് സിസ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ട് ഇല്ലെന്ന്. അങ്ങനെയല്ല, ബ്രദർ വിസസ് സിസ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ട് കമ്മിങ് സൂണാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കാര്യമൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എല്ലാവരും ചോദിച്ച കാര്യമാണ് നമ്മുടെ ഫിഷസിൻ്റെ കാര്യം എന്തായിരുന്നു. ഫിഷസ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഫിഷസ് സ്പോട്ടഡ് ക്യാറ്റ് ഫിഷ്, അങ്ങനെയൊക്കെയുള്ള സ്പോട്ടഡ് ക്യാറ്റ് ഫിഷ്, ഗപ്പി, മോളി, കാർപ്പ്, അതൊക്കെയുള്ളൂ നമ്മുടെ. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു മോൺസ്റ്റർ ഫിഷിനെ എടുക്കാൻ പോകുന്നു. അത് സ്പോട്ടഡ് ക്യാറ്റ് ഫിഷാണ്. ഏകദേശം നമ്മുടെ ഈ ഒരു വിരലിൻ്റെ സൈസൊക്കെ കാണും, അത്യാവശ്യം അതിൻ്റെ സൈസൊക്കെ ഉണ്ട്. ഫീഡ് നമ്മൾ ഇരിക്കുമ്പോൾ എടുക്കത്തില്ല, നമ്മൾ മാറി കാണുമ്പോൾ എടുക്കും. അവർക്ക് ഞാൻ കൊടുക്കുന്ന ഫീഡ് പെല്ലറ്റ് ഫീഡ് തന്നെയാണ്. ഇതാണ്ട് ഈ ഫിഷ് തന്നെ ഞാൻ അവർക്ക് കൊടുക്കത്തില്ല. ഞാൻ ദൂരം എൻ്റെ ഗപ്പി ബ്രീഡായി അതിൽ നിന്ന് ഒരു കുഞ്ഞിനെ നോക്കി ഞാൻ എടുത്തിട്ട് കൊടുത്തിട്ട് ഇവന്മാരൊന്നും ചെയ്യുന്നില്ല. 2 ദിവസം അത് അതിൽ കിടന്നൊന്നല്ലാണ്ട് ഇവന്മാരൊന്നും ചെയ്യുന്നില്ല. അവസാനം ഞാൻ ആ ഗപ്പിയെ തിരിച്ച് ഇതിലോട്ട് തന്നെ വെച്ചു. പിന്നെ എനിക്കൊരു വാട്ടർ ടാങ്ക് കിട്ടിയായിരുന്നു. ഞാനത് ഹാഫ് വെച്ച് കട്ട് ചെയ്ത് അതിൻ്റെ അകത്ത് ഇപ്പോൾ മോളിനും ഗപ്പിനും ഒരുമിച്ചിട്ട് ഇപ്പോൾ നല്ല ക്വാണ്ടിറ്റി ആയിട്ടുണ്ട്. പിന്നെയും ഞാൻ കുറച്ചിനെ ബ്രീഡിങ്ങിന് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൂട്ടുകാരന്മാരൊക്കെ തരുന്നത് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഞാൻ പറയുന്ന ഉടനെ നമുക്കൊരു 1 മന്തിനുള്ളിൽ ഒരു അടിപൊളി ഒരു ഓസ്കാറിനെയും കൂടി കൊണ്ടുവരണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ഏകദേശം ഒരു 1 മന്തിനുള്ളിൽ ഒരു അടിപൊളി കിണ്ണ ഓസ്കാറിനെ നമ്മൾ കൊണ്ടുവന്നിരിക്കും, അത് ഉറപ്പാണ്. ഞാൻ ഇതിനെക്കണ്ട് പിന്നെ 2 വട്ടം ഓസ്കാറിനെയും 1 വട്ടം ഷാർക്കിനെയും വളർത്തിയിട്ടുണ്ട്. ഞാൻ ആദ്യമൊക്കെ ഓസ്കാറിനെ വളർത്തിയപ്പോൾ ഇവന്മാർ ഓവർ ഫീഡായി ചത്തുപോയി. 2ാമത്തെ വട്ടം ഞാൻ പിന്നെ വാങ്ങിച്ച മോൺസ്റ്റർ ഫിഷ് ഷാർക്കായിരുന്നു. അപ്പോൾ ഷാർക്ക് ഇത്രയുള്ള സൈസ് ഒരെണ്ണത്തിന് 50 രൂപ ഉണ്ടായിരുന്നു. ഞാൻ 2 എണ്ണത്തിന് വാങ്ങിച്ച് വളർത്തി കുഞ്ഞ് തന്നെയായിരുന്നു. അന്നേരം തന്നെ ഞങ്ങൾ ഒരിടത്ത് പോയപ്പോൾ ഞങ്ങൾക്ക് ഇച്ചിരി പൈസ കുറവിന് ഒരു പേർ ഓസ്കാറിനെ കിട്ടി. ഞങ്ങൾ ഈ ഷാർക്കിനെ ഓസ്കാറിനെ ഒരുമിച്ചിട്ടപ്പോൾ പിറ്റേ ദിവസം വന്ന് നോക്കിയപ്പോൾ ഷാർക്കിൻ്റെയൊക്കെ വാലേ ഉള്ളൂ, ബാക്കി തല മൊത്തം 2 മീൻ്റെയും സെയിം അവസ്ഥ നമ്മുടെ ഫിഷസ് ഓസ്കാർ അടിച്ചു. ഓസ്കാറാണെങ്കിൽ അത്യാവശ്യം സൈസുള്ളൊരു ഓസ്കാറായിരുന്നു. പിന്നെ ഷാർക്കില്ലാണ്ട് ഓസ്കാർ മാത്രം ഏകദേശം 1 ഇയറോളം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അതും ചത്തുപോയി. പിന്നെ ആ ഒരു മീനിനെ നിന്ന് പിന്നെ നമ്മളങ്ങ് ഫിഷ് വളത്തിൽ പിന്നെ ഗപ്പിയിലോട്ടായി.
ഗപ്പി ഒരു കിൻഡൽ കണക്കിന് 3 ഫ്രിഡ്ജ് വെട്ടിയൊക്കെ നിറച്ചുണ്ടായിരുന്നു നമ്മുടെ പിന്നെ നമ്മൾ നോക്കാണ്ടായത് ചത്തങ്ങ് പോയി. പിന്നെ നമ്മുടെ മീനെന്നുള്ള കൺസെപ്റ്റ് വന്നിട്ടില്ല. പിന്നെ എൻ്റെ ഈ കാണുന്ന കൈ ഒടിഞ്ഞായിരുന്നു കൂട്ടുകാരൻ്റെ വീടിൻ്റെ മണ്ടാക്കിയെന്ന് വീണ്. അപ്പോൾ എന്നിട്ട് ഞാൻ വെറുതെ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ ഒരു ഗ്ലാസ് ടാങ്ക് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്ലാസ് ടാങ്ക് വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് വെച്ച് ഞാൻ പപ്പയുടെ അടുത്ത് പറഞ്ഞു കേട്ടപ്പോൾ അപ്പൻ എനിക്ക് ഒരു ഫുൾ ബ്ലാക്ക് വാങ്ങിച്ചു. 2 പേർ ഫുൾ ബ്ലാക്ക്, 4 പേർ ഹാഫ് റെഡിൻ്റെ പേർ വാങ്ങിച്ചുകൊണ്ട് വന്ന്. അതും വാങ്ങിച്ച് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പോയെങ്കിലും പിന്നെ ഞാൻ ബ്രീഡിങ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴാണ് ഓരോന്ന് ഡെഡായി തുടങ്ങി. ബ്രീഡൊന്നും അങ്ങനെ ആയില്ല. അവസാനം ഒരെണ്ണം ബ്രീഡൊക്കെ ആയി. ചിലത് ബ്രീഡായി, ചിലത് ബ്രീഡായി, ചിലത് അതേ കണക്ക് ചത്തും പോയി. അങ്ങനെ മീൻ പിന്നെ നമ്മൾ കുറച്ച് നാടൻ ഗപ്പീസിനൊക്കെ വളർത്തിയപ്പോൾ ഒരു ഇഷ്ടം പോലെയാണ്. ഞാൻ എൻ്റെ ഫിഷിൻ്റെ വീഡിയോസ് ചെയ്യാൻ ഉടനെ എനിക്ക് സമയമില്ല വീഡിയോ എടുക്കാൻ. പിന്നെ നമ്മൾ ആ വീഡിയോ പറയുന്നുണ്ടായിരുന്നു ഡെയിലി സ്ഥിരം വീഡിയോസൊക്കെ ഇടുമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ആ വീഡിയോ ഇട്ടതിന് ശേഷം പിന്നെ സമയമില്ലായിരുന്നു. പിന്നെ എക്സാമായി, തിരക്കായി, വെക്കേഷന് വീഡിയോ ഇടാന്ന് വെച്ചപ്പോൾ വെക്കേഷൻ പടയെന്നും പറഞ്ഞു പോയി. പിന്നെ ട്യൂഷനായി, സ്കൂളായി. പിന്നെ സ്കൂൾ തുറന്നിട്ട് എനിക്ക് ഇപ്പോഴും കിടക്കുന്നു കുറേ നോട്ട് എഴുതാൻ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എങ്ങനെയൊക്കെ സമയം കണ്ടുപിടിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഈ വീഡിയോ ഇടുന്നത് എനിക്ക് നിങ്ങളെ സപ്പോർട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളെനിക്ക് സപ്പോർട്ട് തരുന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല, തരുന്നുണ്ട്. പക്ഷേ എനിക്കത് ഒരു ഇച്ചിരി മാത്രമാണ് സപ്പോർട്ട് നിങ്ങൾ തരുന്നത്. അപ്പോൾ അതൊക്കെയാണ് നമ്മളിപ്പോഴത്തെ കാര്യങ്ങളെന്ന് പറയുന്നത്. അതുകൊണ്ട് വീഡിയോസ് ഇനി വരാൻ കുറച്ച് പാടായിരിക്കും. ഇപ്പോൾ ഇനി ഞാൻ കാര്യം പറയാം, നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോഴത്തേക്ക് മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ 6 മാസമായി. ഇനി വെറും 2 മാസവും കൂടിയുള്ള 2025 തീരായി. ഇന്നലെ തുടങ്ങി ഇന്ന് തീർന്നെന്നൊക്കെ പറയുന്ന പോലെയാണ് 2025 പോയത്. എല്ലാവരും പറഞ്ഞായിരുന്നു 2025 തുടങ്ങിയപ്പോൾ 2025 ഏറ്റവും അവധിയുള്ള വർഷം. അത് കറക്റ്റായിരുന്നു. KSUവിൻ്റെ ബന്ദ്, CPIMൻ്റെ ബന്ദ്, അങ്ങനെ പല ബന്ദ്, പൂജവെപ്പ്, ഗാന്ധി ജയന്തി, അങ്ങനെ പലതിനും പോയി. ഇനി ഭാരത ബന്ദിൻ്റെ ഡേറ്റ് ഒരു ഫിക്സ് ചെയ്തിട്ടില്ല, ഉടനെ എത്തും. പിന്നെ ഈ വിദ്യാർത്ഥികൾക്ക് പറ്റിയ ഒരു ഇൻസ്റ്റയിലൊക്കെ ഉള്ള ഒരു അക്കൗണ്ട് ഞാൻ പറഞ്ഞുതരാം. മിസ്റ്റർ ഹിസ്റ്റോറിയൻ, മീ ദ ഹിസ്റ്റോറിയൻ. നമുക്ക് എന്ത് അവധി ഉണ്ടെങ്കിലും ഉടനെ പറയുന്ന അവർ തന്നെയാണ്. അതിലൊരു ചേട്ടൻ നടത്തുന്നത് എനിക്കിഷ്ടമാണ്. ഞാൻ അവരുടെ വീഡിയോസ് കാണും. അതായത് നമുക്ക് എന്ത് അവധി ഉണ്ടോ അപ്പോൾ അവർ ആ സ്പോട്ടിൽ തന്നെ അവർ പറഞ്ഞിരിക്കും എന്താ അവധി ഉറപ്പാണോ അതോ അവധി കാണത്തില്ലയോ എന്നൊക്കെ കാണും. പിന്നെ കുറേ ആൾക്കാർ പറയുന്ന കാര്യമാണ്, എൻ്റെ കൂട്ടുകാരന്മാർ പറയുന്ന കാര്യമാണ്. ഈ വീഡിയോ അമ്മമാർ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് അമ്മമാർക്ക് പറയാനുള്ള കാര്യമാണ്. ശരിയാണ്, ഇതിൽ പാല് മുക്കാലും എൻ്റെ കസിൻസ് തന്നെയാണ്. അതിനിപ്പോൾ നിമാർക്ക് എന്തിൻ്റെയും കുഴപ്പമുണ്ടോ? എൻ്റെ ചാനലിനെ കുറിച്ച് എൻ്റെ വേറെ ഏതെങ്കിലും കൂട്ടുകാരന്മാർക്ക് പറയുമ്പോൾ ഏതെങ്കിലും കൂട്ടുകാരന്മാർ വന്ന് പറയും, ഇതിൽ മിക്കത് ഇവൻ്റെ കസിൻസാണ്, ഫുള്ള് ഇവൻ്റെ കസിൻസാണ് എന്നൊക്കെ എന്ന് പറയും. ഞാൻ പറയും കറക്റ്റാ, എൻ്റെ കസിൻസ് അല്ലേ, അല്ലാണ്ട് അമ്മമാരുടെ ഇല്ലല്ലോ. അമ്മമാർക്കും എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്കൊരു കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ ചാനലിൽ ഇപ്പോൾ നല്ല രീതിക്ക് താഴോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, മണ്ടയ്ക്കോട്ട് കയറുന്നില്ല. നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ തന്നെ എനിക്ക് ഏകദേശം ഒരു 40 സബ്സ്ക്രൈബേഴ്സ് എങ്കിലും ഒന്ന് കയറണം, അതായത് 100 ആക്കണം. അന്നേരം അതും കൂടി ആകുമ്പോൾ 101 സബ്സ്ക്രൈബേഴ്സ് ആവും. എങ്ങനെയെങ്കിലും എനിക്കൊന്ന് 100 ആക്കണം, അതാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ഇത്രയും പറഞ്ഞ് ഞാൻ വീഡിയോ ഇവിടെ നിർത്തുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.